ശ്രീ ബൈജു കൊട്ടാരക്കര, പ്രിജിയാനത്താമേ, ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ നമ്മൾ സിദ്ദിഖിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. അതിങ്ങനെ ഈ വെള്ളത്തിൽ ഉതളങ്ങാ കിടന്ന് മറിയും മട്ടിലായിരുന്നു വാർത്താ സമ്മേളനം. ഒടുവിൽ സിദ്ദിഖിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അതിന് പകരം ചുമതല ഏൽപ്പിക്കാനിരുന്ന ബാബുരാജിനെതിരെ കേസ് വരുന്ന പശ്ചാത്തലമുണ്ട്. ഇന്നിപ്പോൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് കൂട്ടരാജി കണ്ട് തിലകൻ്റെ മകൾ സോണിയ തിലകൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന പെങ്ങൾമാർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മറുപടി പറയാൻ കഴിയാതെ ഒളിച്ചോടിപ്പോയ പ്രസിഡന്റ് എന്ന നിലയ്ക്കാകും മോഹൻലാലിൻ്റെ പേര് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട് സോണിയ തിലകൻ. അത് അവരുടെ വ്യക്തിപരമായ നിലപാടാണ്. പക്ഷേ എനിക്കും ആ അഭിപ്രായമുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും താരപ്രമുഖൻ ഈ വിഷയത്തിൽ രണ്ട് വാക്ക് പറയണമായിരുന്നു. ആ പറച്ചിലടക്കം ഒഴിവാക്കി പോകാനുള്ള ഒരു കുനിഷ്ട് പണിയായിപ്പോയില്ലേ ശ്രീ ബൈജു കൊട്ടാരക്കര എക്സിക്യൂട്ടീവിൻ്റെ രാജി? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാശ്മീർ. അതായത് മോഹൻലാലിന് ധാർമ്മികമായിട്ടും ബാധ്യതയുണ്ടായിരുന്നു. അമ്മയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ധാർമ്മികതയുണ്ടായിരുന്നു. ഇവിടെ നടന്ന സംഭവങ്ങളും അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസിലൊക്കെ വന്നു പെടുമ്പോൾ അതിന് മറുപടി പറയാൻ, അല്ലെങ്കിൽ ഈ പരാതി കൊടുത്തത് എന്താണെന്ന് അന്വേഷിക്കാൻ, ഈ പരാതി കൊടുത്ത പെൺകുട്ടികളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഇതിനൊക്കെ മോഹൻലാലിന് ബാധ്യതയുണ്ടായിരുന്നു. എത്ര വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാലും ഒരു സംഘടനയുടെ പ്രസിഡന്റായിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഒളിച്ചോടുക തന്നെയായിരുന്നു, അതിന് യാതൊരു സംശയവുമില്ല. ഇനിയും ചിലപ്പോൾ ഈ കമ്മിറ്റിയിലുള്ള ചില ആളുകളുടെ പേരിലെങ്ങാനും അലിഗേഷൻസ് വന്നാലോ എന്ന് കരുതിയായിരിക്കണം ഒരുമിച്ച് രാജിവെച്ചേക്കാം, പത്രക്കാരുടെ വായടച്ചേക്കാം എന്തൊക്കെ തോന്നിയത്. അങ്ങനെ പത്രക്കാരുടെ വായടയ്ക്കാനും പത്രക്കാരെ തല്ലാനും ഒക്കെ ചെല്ലുന്ന നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. രാവിലെ സുരേഷ് ഗോപിയെ കണ്ടില്ലേ? സുരേഷ് ഗോപി മാധ്യമത്തിന്റെ മീഡിയ വണ്ണിന്റെ ഒരു റിപ്പോർട്ടറെ തല്ലാനായിട്ട് ചെല്ലുന്നു. സുരേഷ് ഗോപിയൊക്കെ ഇലക്ഷൻ നിന്ന കാലം മുതൽ മാടമ്പിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിലുള്ള കാലത്തൊന്നും സുരേഷോടെ മനസ്സിൽ മാടമ്പിയില്ല. ഞാനും അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മാടമ്പിത്തരമൊക്കെ ഈ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി സ്വയം ഞാനൊരു മാടമ്പിയാണ്, പൂണൂലിട്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞയാളാണ് അദ്ദേഹം. ഇനി എനിക്ക് വേറൊരു സംശയം തോന്നുന്നത്, സുരേഷ് ഗോപി ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിരുന്നു 30 വയസ്സുള്ള ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് അവളുടെ മണം ഊറ്റി വലിച്ചെടുത്തേനെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഒരിക്കൽ. ഇനി അയാളുടെ പേരെങ്ങാനും ഇനി ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും വന്നു പോയെങ്കിലോ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. ലങ്ക എന്ന് പറഞ്ഞൊരു സിനിമ കേരളത്തിൽ നടന്നു. ലങ്ക, സുരേഷ് ഗോപിയാണ് എന്റെ നായകൻ. സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്ന് രായ്ക്ക് രാമാനം 2 ദിവസം മുങ്ങി ഇവിടുന്ന്. അതിന്റെ സംവിധായകനായ AK സന്തോഷിനും ആ യൂണിറ്റിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എങ്ങോട്ടാണ് മുങ്ങിയതെന്നും എന്തിനാണ് മുങ്ങിയതെന്നും എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നും. ഞാനിത് തൽക്കാലം ഈ ചാനലിലൂടെ അത് വിളിച്ചു പറയുന്നില്ല. കാരണം അതൊക്കെ അറിയാവുന്ന സിനിമാക്കാർ ഇവിടെയുണ്ട്. നമ്മുടെ മോഹൻലാലിന് ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം എന്തിനാണ് ആ സുരേഷ് ഗോപി എന്ന് മുങ്ങിയതെന്നും ആ പോയതെന്നുമുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഫ്രസ്ട്രേഷൻ ആവാം. ബൈജു കൊട്ടാരക്കര, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരം നമുക്കറിയാത്ത കാര്യങ്ങളാണ്. അത് ബൈജു കൊട്ടാരക്കര പറയുന്നതാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ പ്രശ്നം ഇവിടെ ഇതല്ലെന്നേ. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്താണ് ഇത് വായിച്ചാൽ ഇന്നലെ ചർച്ചയ്ക്ക് വന്ന ആരോ ഇക്കിളിക്കഥ എന്ന് പറഞ്ഞു. ഇക്കിളിക്കഥയൊന്നുമല്ല ഇത്. ഇവിടെ പുരുഷഗണം സ്ത്രീഗണം എന്ന് 2 മനുഷ്യഗണമാണ്. അതിലൊരു ഗണം നേരിടുന്ന അങ്ങേയറ്റത്തെ അതിക്രമങ്ങളുടെ വാർത്ത വായിച്ച് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. അമ്മാതിരി റിപ്പോർട്ടാണ് പുറത്തു വന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന സമയമാണ്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ തീറ്റ എന്ന് പറയുന്നതിനെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മിണ്ടരുത്, അത് മര്യാദകളാണെന്ന് പറയണം ബൈജു കൊട്ടാരക്കര. അതാണ് ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ആ നിർമ്മാതാവിനുണ്ടായ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആര് സഹിക്കും എന്ന് സുരേഷ് ഗോപി ചിന്തിച്ചില്ല. ഒന്നത് പോയത് എന്തിനും ആയിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ ജനത്തിനറിയാം. ജനത്തിനെല്ലാം സിനിമാക്കാർക്കറിയാം. ഇനി അത് കഴിഞ്ഞോട്ടെ. ഇനി സുരേഷ് ഗോപി എന്ന് പറഞ്ഞു മാധ്യമങ്ങൾക്കുള്ള തീറ്റ ആയിക്കോട്ടെ എന്നുള്ളത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ റിപ്പോർട്ടർ ആയാലും ക്യാമറമാൻ ആയാലും ആരായാലും ശരി, അവരവരുടെ അന്നത്തിന് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. സുരേഷ് ഗോപി എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത് ഓസിനാണോ, ഏതാ ധർമ്മത്തിനാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? അങ്ങേരിപ്പോ കേന്ദ്രമന്ത്രി അയക്കുന്നത് ധർമ്മത്തിനാണോ? അപ്പോ ഒരു നാട്ടിലെ വോട്ട് ചെയ്ത ആളുകളെ മുഴുവൻ മറന്നിട്ടാണ് ഈ മാതിരിയുള്ള പ്രവർത്തികൾ എന്ന് ഓർമ്മ വേണം. സുരേഷ് ഗോപി ആരെയാണ് ഈ പേടിപ്പിക്കുന്ന? ആരെയാണ്? ഒരു തമ്പുരാൻ കളിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മുകേഷ് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ ഉണ്ടായത്. ആദ്യം മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ല ബൈജു കൊട്ടാരക്കര, ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിൽ കേരളത്തിൽ ദീർഘവർഷങ്ങൾ മലയാള സിനിമയിൽ പ്രവർത്തിച്ച ആളാണ്. ആ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി, ഇപ്പോൾ നമുക്ക് മമ്മൂട്ടി എവിടാണ് അറിയാത്ത ആൾക്കാർ നമുക്ക് പോയി പ്രതികരണം ചോദിക്കുന്നില്ല. മോഹൻലാൽ എവിടെയാണെന്ന് അറിയാത്തവരുടെ പ്രതികരണങ്ങൾ ചോദിക്കുന്നില്ല. ജയറാം എവിടെയാണെന്ന് അറിയാത്തവരുടെ പ്രതികരണങ്ങൾ ചോദിക്കുന്നില്ല.
ശ്രീ ബൈജു കൊട്ടറക്കരെ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥമായതുകൊണ്ടാണ്. അത് അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത വെപ്രാളമാണ്. എന്തിനാണത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ ഏറ്റവും അടുത്ത കൂട്ടുകാർ ഇതിനകത്ത് പ്രതികളായി വരാൻ സാധ്യതയുണ്ട്, മുകേഷ് അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ തനിക്ക് തന്നെ ഇത് കുരുക്കാവുമോ എന്നൊരു പേടി ചിലപ്പോൾ സുരേഷ് ഗോപി കാണുമായിരിക്കും, പച്ചയ്ക്ക് പറഞ്ഞാൽ. അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര പ്രശസ്തമാവേണ്ട കാര്യം എന്താണ്? ഒരു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അത് പറഞ്ഞാൽ പോരെ? അദ്ദേഹം മാറി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനത് കേട്ടോണ്ടിരിക്കരുത് മുഴുവൻ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം, ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ചോദിക്കണം, അമ്മയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയിലെ കാര്യങ്ങൾ ചോദിക്കണമെന്ന്. അപ്പൊ ഇയാൾ അമ്മയിൽ നിന്ന് ഇറങ്ങുകയേ ചെയ്യുന്നില്ല. ഇനി അഥവാ ഡൽഹിയിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഇല്ല, അല്ലെങ്കിൽ മറ്റെങ്ങോട്ടുമാണ്. അപ്പൊ എപ്പോഴാണ് സുരേഷോടെ കാര്യങ്ങൾ ചോദിക്കുന്നത്? സുരേഷ് ഗോപി ഇവിടെ ആർക്കും പിന്നെ അത്രയധികം എന്താണ് ഈ പുന്നാര കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ആ വാമൊഴി കേൾക്കാൻ വേണ്ടി അല്ല ചോദിക്കുന്നത് പത്രക്കാര്. ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം, കേന്ദ്രമന്ത്രിയാണ്. അതുമാത്രമല്ല ഒരു സിനിമാ നടനും കൂടിയാണ്. സിനിമയിൽ വളരെ കാലം പ്രവർത്തിച്ച ആളാണ്. AMMയുടെ ഒരു മെമ്പർ കൂടിയാണ്, സ്ഥാപക മെമ്പറാണ്. ഇതൊക്കെ ആകുമ്പോൾ പത്രക്കാർ ചോദിച്ചെന്നിരിക്കും. അന്നേരോ അവരുടെ നെഞ്ചത്ത് കയറുക അല്ല വേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി അതിന് മറുപടി കൊടുക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യേണ്ടത്. അല്ലാതെ പത്രക്കാരനെ നെഞ്ചത്ത് കയറിയോ അല്ലെങ്കിൽ അവനെ തലക്കടിക്കാൻ ചെല്ലുകയോ ചെയ്യുന്ന അല്ല മാന്യത എന്നുള്ള കാര്യം സുരേഷ് ഗോപി ആലോചിക്കണം. ഞാൻ പറയുന്നത് ഈ BJP നേതാക്കളെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഈ പിന്നെ രോഷവും എടുത്തിയാട്ടവും ഈ പറയുന്ന ഇടിക്കാൻ ചെല്ലലും ഒക്കെ അങ്ങ് സിനിമയിൽ നടക്കും. ജീവിതത്തിൽ വലിയ പാടാണെന്ന് സുരേഷ് ഗോപിയെ പറഞ്ഞ ശ്രീ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അത് ലേലത്തിലും പത്രത്തിലും അതേപോലെ കമ്മീഷണറിലും ഒക്കെ നമുക്ക് പറ്റും. സിനിമയിൽ 100ഉം 100ഉം 200ഉം വില്ലന്മാരെയൊക്കെ ഒരുമിച്ച് നമുക്ക് ഇടിച്ചിടാം. പക്ഷേ നിത്യജീവിതത്തിൽ ചിലപ്പോൾ ഒരു ഇന്ദ്രൻസിനെ പോലെ ഒരാൾ മതിയാവും. തിരിച്ച് ഒന്ന് പ്രതികരിച്ചാൽ ചിലപ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിട്ട് കിടക്കും കേന്ദ്രമന്ത്രിക്ക്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഈ സമൂഹത്തോടൊന്ന് പെരുമാറാൻ പറയണം. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ തന്നെ അവഹേളനതരായിരിക്കും ഓരോ ദിവസവും. സ്വന്തം കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞാൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ അവഹേളിക്കപ്പെടുന്നത്. അവരെ കുറിച്ച് ഒരു വാക്ക് പറയാനില്ലാതെ വേട്ടക്കാരനൊപ്പം, നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലും ഇതുപോലെ തന്നെയായിരുന്നല്ലോ. അന്നും അതിലെ 8ാം പ്രതി ദിലീപിനൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ കൂറ്. ദിലീപിനെ സപ്പോർട്ട് ചെയ്താണ് എപ്പോഴും സംസാരിക്കുന്നത്, എപ്പോഴും ദിലീപിനൊപ്പമാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ വേട്ടക്കാരോടൊപ്പം പോകുന്നതിലൊന്നും നമുക്ക് അതിശയോക്തിയൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. കേരളം പ്രതീക്ഷയോടെ നിലപാടുകൾ നോക്കി കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷ നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഞാനെത്താം ശ്രീ ബൈജു.